ഇന്ന് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീം സ്റ്റിക്കിന് വെറും 60 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മാസ്കിൻ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ഒരു നൈഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിരുന്നു. ഇത് വെച്ചിട്ട് കുറേ ഐഡിയാസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നോക്കിയിരുന്ന സാധനം ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെന്നാണ്. എനിക്കിത് വാങ്ങിക്കണമെന്ന് ഒരുപാട് ദിവസം കൊണ്ട് വിചാരിച്ചിരുന്ന സംഭവമാണ്. ദിവസമല്ല, മാസങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അത് ഞാൻ വാങ്ങിച്ചു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് വെച്ച് വരയ്ക്കാൻ എന്ത് രസമെന്നറിയോ, നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കുറേ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കാണ്, പക്ഷേ വീട്ടിൽ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ ട്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ഈ പിങ്ക് കളറൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പേസ്റ്റൽ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴേ പറയുകയാണ്. അത്യാവശ്യം വേണ്ടുന്ന സംഭവങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം പോകുന്നത് വീഡിയോ എടുക്കാം. പിന്നെ ഈ ഒരു ബ്രഷ് പെൻ ഉണ്ടായിരുന്നു, സിൽവർ കളറിലായിരുന്നു. പിന്നെ എന്തോ ഒരു ബ്ലെൻഡർ ബ്രഷ് പെൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട.